നിന്റെ ജനാസ ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആദ്യമായി വരുന്ന മലക്ക് പേരാണ് മുൻകർ നക്കീർ എന്നാണ് നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുന്നതല്ല. ആദ്യമായി വരുന്ന മലക്കാണ് റൗമാൻ എന്ന് പറയുന്ന മലക്ക്. ആ റൗമാൻ എന്ന് പറയുന്ന മലക്ക് വന്ന് നിന്റെ ജനാസയുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് നീ മുസ്ലിമാണെങ്കിൽ, നീ മോമിനാണെങ്കിൽ നിന്നോട് സലാം പറഞ്ഞുകൊണ്ടാണ് മലക്ക് കടന്നു വരുന്നത്. നിന്റെ നന്മതിന്മകളെ മുഴുവനും നിന്റെ കഫം പുടവയിൽ നീ എഴുതി കൊടുക്കണം സഹോദരാ, നിന്റെ കഫം പുടവയിൽ നീ എഴുതി കൊടുക്കണം സഹാബ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ ഒന്ന് ചിന്തിച്ച് നോക്കണേ. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തോട് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതല്ലേ, നിങ്ങളെല്ലാവരും അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നാളെ പാരത്രികമായ ലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരിമാർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നിന്റെ ഭർത്താവ് പേർഷ്യയിൽ നിന്ന് പൈസ അയച്ചു തരുമ്പോൾ ഹറാമായ പൈസ കൊണ്ടുവന്ന് ഹലാലായ പൈസയായാലും ഹറാമായ പൈസയായാലും പൊന്നുമോളെ നീ നാളെ സമാധാനം പറയണം. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മഹിഷറ വൻസഭയിൽ നിന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, അവിടെ നീ എവിടെ നിരന്ന് എല്ലാവരും നിൽക്കുമ്പോൾ നിനക്കൊരു വിചാരണയുണ്ട് പൊന്നുമോളെ. നീ ധരിക്കും മരിച്ചുപോയാൽ എല്ലാം കഴിഞ്ഞ് ഖബറിൽ യാതൊരു തോന്നുമില്ല, അടക്കി പിരിഞ്ഞതാ ചെതലഴിച്ച് പുഴുവഴുതായി ഞങ്ങളെ പോവുകയാണ്. അല്ല പ്രിയപ്പെട്ട പൊന്നുമോളെ, 41 ദിവസം കഴിയുമ്പോൾ നിന്റെ ശരീരത്തിന്റെ കഫം പുടവയുണ്ടല്ലോ, അത് ചെതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ മഹാനായ തടവ് ഉസ്താദ് പറഞ്ഞില്ലേ, നൗറല്ലാഹി മർക്കദ, ആ മഹാനവറുള്ള ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യനെ. ആ പണ്ഡിത കുലത്തിലുള്ള മഹാനായ തടവ് ഉസ്താദ് പറഞ്ഞില്ലേ, ഖബറെന്നു കേട്ടാ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടമ്പ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാ സമാന. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ 41 ദിവസം കഴിയുമ്പോൾ നിന്റെ ശരീരത്തിന്റെ കഫം പുടവയെല്ലാം പൊടിഞ്ഞങ്ങോട്ട് പോവുകയാണ്. ചെതിലും പുഴുക്കളും താവളം പെരുത്തുണ്ട്. നീ ചെല്ലുന്നത് സന്തോഷമാണ്, നിന്റെ കോമളമായ മൃദുലമായ ശരീരമാണ്. നീ എന്നും സോപ്പ് കുട്ടപ്പി പോലെ ബ്യൂട്ടി പാർലറിൽ പോയി നീ എല്ലാ ഫേഷ്യലുകൾ ചെയ്യുന്നത് നിന്റെ മുഖമുണ്ടല്ലോ, അത് ചെതലും പുഴുക്കളുമാണ് നാളെ നിന്നെ തിന്ന് കലയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ലെഗിൻസ് ഇട്ടുകൊണ്ട് പോകണ്ട, അത് റോഡ് മോഡൽ ആക്കണ്ട, അത് നമുക്ക് ഹറാമാണ് പൊന്നുമോളെ. പരിശുദ്ധമായ പർദ്ദ നിനക്കില്ലയോ? പരിശുദ്ധമായ പർദ്ദ നീ ധരിച്ചുകൊണ്ട് നടക്കൂ പൊന്നുമോളെ. നിന്നെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ. പർദ്ദയിൽ നിന്നിടുന്ന ആൾക്കാർ ഇന്ന് ഫാഷനാണെന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പാടില്ല, പർദ്ദയെ ആക്ഷേപിക്കാൻ പാടില്ല സഹോദര. ബഹുമാനപ്പെട്ട തുളിക്കോട് മൂസാ മൗലവി പറഞ്ഞില്ലേ, നിങ്ങൾ ഏതൊരു സ്റ്റേജിനകത്ത് കയറിയാലും നബിതങ്ങളുടെ പേരിൽ ഒരു 3 സലാത്ത് ചൊല്ലിക്കൊണ്ട് വേണം. സലാത്തിന്റെ ബർക്കത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? നമ്മുടെ നമസ്കാരം സക്കാത്തുകളെല്ലാം ഫസാദായി പോയാലും സലാത്ത് നാളെ ഉന്നതമായ നിലയിൽ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിൽക്കുമെന്ന് ഔക്കമാ ഖാല റസൂലുള്ളാഹി. നബിതങ്ങളുടെ പേര് നിങ്ങൾ ചൊല്ലുന്ന സലാത്തുകൾ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അതൊരു മുതൽക്കൂട്ടായി നിൽക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവലിതൊക്കെ പേര് നിങ്ങൾ ഇമാമും ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. നിങ്ങളുടെ വീടുകളിൽ ആരെങ്കിലും ഒരു പെൺകുട്ടികൾ ആരെങ്കിലും അറിയാവുന്ന ഒരു അറിവുള്ള പെൺകുട്ടിയെ വിളിച്ച് നിങ്ങൾ ഇമാമത്ത് നിൽക്കുവീ. നിങ്ങൾ ഇമാമിങ്ങളായി പുറകിൽ നിന്ന് നിസ്കരിക്കൂ. അതാ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവ്വല് തക്ബീർ നിങ്ങൾ നിസ്കാരം നിലനിർത്തിക്കൊണ്ട് നോമ്പെടുത്തുകൊണ്ട് പള്ളിയിൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് സലാത്തുകൾ ദിക്റുകൾ അധികരിപ്പിക്കണേ. ഒരു ഫർദിനെത്താൽ 10 ഫർദിന്റെ കൂലിയാണ് പൊന്നുമോളെ. ഒരു സുന്നത്തെടുത്താൽ ഒരു ഫർദിന്റെ കൂലിയാണ്. ഇതെല്ലാം കളഞ്ഞുകൊണ്ട് അവ്വല് തക്ബീർ പള്ളിയിൽ നിസ്കരിക്കാത്തവനെ, നിനക്ക് എല്ലാ മാസവും നിനക്ക് നഷ്ടമാണ്. അന്നവന് നെഹ്സാണ്, ഇടങ്ങേറാണ്, വലാ മുസീബത്ത് ാണ്. അവനൊരു സുബഹി നമസ്കാരം ഖളാ ആക്കിക്കൊണ്ട് കിടക്കുന്ന സഹോദര, അന്നത്തെ ദിവസം നിന്റെ പോക്കാണ്. നിന്റെ ഭാര്യമാനി വഴക്കാണ്. വീട്ടിൽ മീനില്ല, പച്ചക്കറിയില്ല, ഒരു സാധനവും വാങ്ങാൻ യാതൊരു നയാ പൈസ കയ്യിലില്ല. എങ്ങനെ അല്ലാഹു ബർക്കത്ത് ചെയ്യും? സുബഹി നമസ്കാരം ഖളാ ആക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കത്തില്ലെന്ന് ഔക്കമാ ഖാല റസൂലുള്ളാഹി. അതുപോലെ തന്നെ അസർ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന മനുഷ്യ, നിനക്ക് ഭ്രാന്ത് പിടിക്കും പൊന്നുമോനെ, നിനക്ക് അപസ്മാരത്തിന്റെ രോഗമുണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു. അസർ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങാൻ പാടില്ല സഹോദര, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും സഹോദര. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്നും ഹത്താതോതണം. ഒരൊറ്റ കള്ളം പോലും ഈ വീട്ടിലേക്ക് കടന്നു വരില്ല സഹോദര. അടുത്ത വീട്ടിൽ പോയി 100 പവന്റെ സ്വർണ്ണമെടുത്താലും ആ കള്ളൻ ഈ വീട്ടിലേക്കൊന്ന് കയറണമെങ്കിൽ അവന്റെ കാലറയ്ക്കുന്നതാണ് പൊന്നുമോനെ. അതാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ് നബിയുടെ പേരിൽ നിങ്ങൾ ഹദ്ദാതോതണം. അതുപോലെ തന്നെ റിവായിഷയുടെ പേരിൽ നിങ്ങൾ സലാത്തുകളോ ഒരു ദിക്റുകളോ ഒരു യാസീൻ ഓതുവീൻ.
നിങ്ങളുടെ വീട്ടിൽ ഒരു ചേരയോ പാമ്പോ കടന്നു വരികില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ ഒന്ന് ചിന്തിച്ചു നോക്കണേ. തലമറയ്ക്കുന്ന പെണ്ണെ, ഫ്രണ്ടിലോട്ട് ഓയിൽ പിടിച്ചിടണേ, നിന്റെ മുടി കാണാൻ പാടില്ല. സെലീന, നീ വെയിലത്തുനിന്ന് മാറടി, നിന്നെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത്രയുള്ള പ്രസംഗം.